ഏറ്റവും ശക്തിയേറിയ ശിവമന്ത്രങ്ങൾ നിങ്ങൾക്കറിയാമോ? പ്രിയപ്പെട്ടവരെ, വരൂ നമുക്കത് നോക്കാം. ഏറ്റവും ലളിതവും എന്നാൽ അതീവ ശക്തിയേറിയതുമായൊരു മന്ത്രമാണ് പഞ്ചാക്ഷരി മന്ത്രം. അകാല മൃത്യു തടയാനും രോഗശാന്തിക്കും ആയുസ്സിനും വേണ്ടിയുള്ള ഏറ്റവും ശക്തമായ വേദമന്ത്രമാണ് മഹാമൃത്യുഞ്ജയ മന്ത്രം. മനസ്സിന് ശാന്തിയും ഏകാഗ്രതയും ലഭിക്കാൻ ശിവഗായത്രി മന്ത്രം ജപിക്കുന്നു. ശിവന്റെ അനുഗ്രഹം വേഗത്തിൽ ലഭിക്കാൻ ഭക്തർ ജപിക്കുന്ന മന്ത്രമാണ് രുദ്രാമന്ത്രം. പുലർച്ചെ, അതായത് ബ്രഹ്മ മുഹൂർത്തത്തിൽ ജപിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ശുദ്ധിയോടും ഏകാഗ്രതയോടും കൂടി വേണം ജപിക്കാൻ. 108 തവണ ജപിക്കുന്നത് വലിയ ഫലം നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. നിങ്ങൾ ശിവഭക്തരാണെങ്കിൽ ഓം നമഃശിവായ എന്ന് കമന്റ് ചെയ്യൂ. ഇതുപോലുള്ള അറിവുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുതേ. ഏറ്റവും ശക്തിയേറിയ ശിവമന്ത്രങ്ങൾ നിങ്ങൾക്കറിയാമോ? പ്രിയപ്പെട്ടവരെ, വരൂ നമുക്കത് നോക്കാം. ഏറ്റവും ലളിതവും എന്നാൽ അതീവ ശക്തിയേറിയതുമായൊരു മന്ത്രമാണ് പഞ്ചാക്ഷരി മന്ത്രം. അകാല മൃത്യു തടയാനും രോഗശാന്തിക്കും ആയുസ്സിനും വേണ്ടിയുള്ള ഏറ്റവും ശക്തമായ വേദമന്ത്രമാണ് മഹാമൃത്യുഞ്ജയ മന്ത്രം. മനസ്സിന് ശാന്തിയും ഏകാഗ്രതയും ലഭിക്കാൻ ശിവഗായത്രി മന്ത്രം ജപിക്കുന്നു. ശിവന്റെ അനുഗ്രഹം വേഗത്തിൽ ലഭിക്കാൻ ഭക്തർ ജപിക്കുന്ന മന്ത്രമാണ് രുദ്രാമന്ത്രം. പുലർച്ചെ, അതായത് ബ്രഹ്മ മുഹൂർത്തത്തിൽ ജപിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ശുദ്ധിയോടും ഏകാഗ്രതയോടും കൂടി വേണം ജപിക്കാൻ. 108 തവണ ജപിക്കുന്നത് വലിയ ഫലം നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. നിങ്ങൾ ശിവഭക്തരാണെങ്കിൽ ഓം നമഃശിവായ എന്ന് കമന്റ് ചെയ്യൂ. ഇതുപോലുള്ള അറിവുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുതേ.